സാർ നീനുവിൻ്റെയും ഫ്രീക്വൻറ്റ് കോൺടാക്ട്സിൻ്റെയും CDR, ടവർ ലൊക്കേഷൻ, പിന്നെ നീനു വർക്ക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇവയെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു സാർ. സാർ നീനുവിന്റെ റൂംമേറ്റ്, മാനേജർ, പാൽക്കാരൻ, പത്രക്കാരൻ, കുടുംബശ്രീക്കാരൻ ഇവരുടെ എല്ലാവരുടെ മൊഴിയെടുത്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് അവരവിടെ വന്ന് ഇവരാരും തന്നെ കണ്ടിട്ടില്ല. നീനുവിന്റെ റൂംമേറ്റ് അഞ്ജിതയും മാനേജർ ഭഗത്തും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. ആ പെൺകുട്ടിയാണോ അവിടെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നത്? അതെ സാർ. ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ? ലേഡി ഫിംഗർ പ്രിന്റ് നീനുവിൻ്റെയും റൂംമേറ്റിൻ്റെ ആണെന്ന് തെളിഞ്ഞു സാർ. മെയിൽ പ്രിന്റ് മാനേജർ ഭഗത്തിൻ്റെ ഒത്തു നോക്കി, പക്ഷേ മിസ് മാച്ചിങ് ആണ് സാർ. ഒരു കാര്യം ചെയ്യും, ആ അയൽക്കാരൻ്റെയും ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെയും ഫിംഗർ പ്രിന്റ്സ് ക്രോസ് മാച്ച് ചെയ്തേക്ക് സാർ. അന്വേഷണം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കണം. ഉണ്ടാക്കാം സാർ. യെസ് സാർ. നീനു മരിച്ച ദിവസം രാവിലെ 7 മണി വരെ തൻ്റെ ഫോൺ തൃശ്ശൂർ പൂങ്കുന്നം ടവറിൽ, അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ്. പിന്നെ ഓണാവുന്നത് എറണാകുളത്ത് രാവിലെ 9:05. എന്താടോ 2 മണിക്കൂർ സ്വിച്ച് ഓഫ്? അത് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് സാർ. എന്തിനാ ഓഫ് ചെയ്തെന്നാ തന്നോട് ചോദിച്ചത്? എൻ്റെ ഫോണല്ലേ സാർ, എനിക്ക് ഓഫ് ചെയ്തൂടെ? എടാ ഓഫ് ചെയ്ത് വെക്കാനുള്ള കാരണമാണ് ചോദിച്ചത് കേട്ടോ. അതോ, അത് ഞാൻ ഒരു യാത്രയിലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കേ, അതുകൊണ്ട് ഓഫ് ചെയ്തു വെച്ചാ. വണ്ടി ഓടിക്കുമ്പോൾ എന്തിനാണോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? ആ സാറേ, വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്നല്ലേ? അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭഗത്തെ. എൻ്റെ സാറേ, ഈ നീനു മരിച്ചെന്ന് ചാനലുകാർ പറയുന്ന സമയം 6 മണിയാണ്. ആ സമയത്ത് ഞാൻ പൂങ്കുന്നം ടവറിലുണ്ടല്ലോ. അതുമല്ല, തലേന്നും അതിൻ്റെ തലേന്നും സാറിൻ്റെ ടവർ നോക്കിയാൽ മതി, എല്ലാം തൃശ്ശൂരാണ്. പിന്നെന്താ സാറേ പ്രശ്നം? വാടാ. 1 മിനിറ്റ് പോലെ പ്ലീസ്. ഫർദറായിട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതി. പിന്നെ സാറുമാരുടെ വീടുകളിലും അസോസിയേഷനിലേക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. നമുക്കൊരു റീസണബിൾ റേറ്റിലൊക്കെ ചെയ്യാം. താമസിക്കാതെ തന്നെ നിന്റെ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ നടത്തേണ്ടി വരും. അതെന്തിനാ? അവൻ്റെ ഒരു ഈവൻ വിളിക്കാൻ മറക്കണ്ട, ഫാൻസി നമ്പർ. 100-നെക്കാളും വലിയ ഫാൻസി നമ്പർ ഇറങ്ങും. ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് കാരണം നഴ്സറി പിള്ളേരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണ്ടായി. നീനു ആളെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്, അടിച്ചുപൊളി? വനിതാ പോലീസ് ഇല്ലേ സർ? എന്താ? അല്ല, സ്ത്രീകളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വനിതാ പോലീസ് വേണമെന്നാണല്ലോ. റീനയെ വിളിക്ക്. ഇനി പറ, ഹൗ വാസ് നീനു? ഔട്ടിങ്, റിലേഷൻഷിപ്സ്, ഡേറ്റിംഗ്? ഡേറ്റിങ്ങിനൊന്നും അവളെ കിട്ടില്ല. ഫോണിൽ കൂടെയുള്ള ചാറ്റിങ്ങോ ഫ്ലേട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ സർ. പിന്നെ ചില എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്. അതൊക്കെ ആരൊക്കെയാണ് കൊടുത്തിരുന്നെന്നറിയോ? നോ, പേഴ്സണൽ കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്യാറില്ലായിരുന്നു.